Good morning. Okay. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞത്? പേഴ്സണൽ പോളിസി അല്ലെ? ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. എന്താണ് പേഴ്സണൽ പോളിസി എന്ന് പറഞ്ഞത് അല്ലെ? എന്താണ് പറഞ്ഞത്? പേഴ്സണൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ പ്രീ-പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് എസ്റ്റാബ്ലിഷ് എ ഗൈഡ് ടു വർക്ക് ടുവേഴ്സ് അക്സെപ്റ്റബിൾ ഔട്ട്കംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെ, ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഔട്ട്കം, അതിന്റെ ഒരു ഫലം, ഒരു മികച്ച ഒരു ഔട്ട്കമ്മിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അല്ലെ, ആ ലക്ഷ്യങ്ങളൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു ലക്ഷ്യങ്ങള് നേടുന്നതിനായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് അല്ലെ, ഒരു മാർഗനിർദ്ദേശം സ്ഥാപിക്കുന്ന ഒരു പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ, അതാണ് എന്തെന്ന് പറയുന്നത്? പേഴ്സണൽ പോളിസി. അതായത് ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തേക്കുന്ന നയങ്ങളാണ് അല്ലെ, അല്ലാതെ നമുക്ക് തോന്നിയ രീതിയിൽ അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. അവർക്ക് ആ കറക്റ്റ് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് അവര് പ്രീ പ്ലാൻഡ് ആണ്, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെ, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോഴ്സ് ഓഫ് ആക്ഷൻ, പ്രവൃത്തിയാണ് അല്ലെ, ആ ഒരു പ്രവർത്തന പദ്ധതിയാണ് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്യണം. അടുത്ത സെന്റൻസ് എന്താ പറഞ്ഞത്? പേഴ്സണൽ പോളിസീസ് ആസ് ദ റൂൾ. ഒരു റൂളാണ്. ദാറ്റ് കൺട്രോൾ ഹൗ ടു ഡീൽ വിത്ത് ഹ്യൂമൻ റിസോഴ്സസ് ഓർ പേഴ്സണൽ റിലേറ്റഡ് ടു സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനില്, ആ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ പേഴ്സണൽസ്, അവിടുത്തെ എംപ്ലോയീസ്, തൊഴിലാളികളെ എങ്ങനെ നമുക്കത് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അവരെ ഡീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റൂള്, അതാണ് പേഴ്സണൽ പോളിസീസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു പേഴ്സണൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള പോളിസി അല്ലെ, ഒരു ഓർഗനൈസേഷൻ പ്രീപ്ലാന്റ് ചെയ്തിട്ടുള്ള പോളിസികളാണ്. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ക്ലിയർ ആയില്ലേ? അത് രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. രണ്ട് നമുക്ക് ഡാഷ് ഇട്ട് തന്നെ ചോദിക്കാം കേട്ടോ. Dash is a pre-planned course of action. അങ്ങനെ ആ സെന്റൻസ് ചോദിക്കാം. Dash are the rules that control, ആ രീതിയിൽ ചോദിക്കാം. രണ്ടും ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിയേ. The following advantages are achieved by setting of personal policies. അപ്പൊ ഇങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ ഈ പേഴ്സണൽ പോളിസികൾ സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള, അല്ലെങ്കിൽ അത് രൂപീകരിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്താ പറഞ്ഞത്? ഒരു ഓർഗനൈസേഷനിൽ ആ പേഴ്സണൽ പോളിസീസ് സെറ്റ് ചെയ്തത് കൊണ്ടുള്ള അല്ലെങ്കിൽ രൂപീകരിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഫോളോയിങ് അഡ്വാൻറ്റേജസ്. ഏതിന്റെ? പേഴ്സണൽ പോളിസീസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓക്കെ. That help managers at different levels of decision making to take the decision without consulting their supervisors. എന്താണ് ഒന്നാമത്തെ അങ്ങനെ ഒരു പേഴ്സണൽ പോളിസി സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെ? They help the managers അല്ലെ, മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? എങ്ങനെ മാനേജറിനെ ഹെൽപ്പ് ചെയ്യുന്നത് നോക്കിയേ? അറ്റ് ഡിഫറെന്റ് ലെവൽ ഓഫ് ഡിസിഷൻ, പല ലെവലിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. Then making to take the decision without consulting their supervisor. സൂപ്പർവൈസേഴ്സിന്റെ കൺസൾട്ടേഷൻ കൂടാതെ, അല്ലെങ്കിൽ സൂപ്പർവൈസറിനോട് ആലോചിക്കാതെ തന്നെ ആ മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനം എടുക്കാൻ പറ്റും. ശരിയല്ലേ? ഇപ്പൊ അങ്ങനെ ഒരു പോളിസി ആ ഒരു ഓർഗനൈസേഷനിലുണ്ട്, സ്ഥാപനത്തിന് ഉണ്ടെങ്കിൽ അത് ആ പോളിസി അനുസരിച്ച് ആ മാനേജറിന് ആരോടും ചോദിക്കണ്ട അല്ലെ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. അതനുസരിച്ച് മാനേജറിന് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റൂലേ? ആരുമായിട്ട് ആലോചിക്കാതെ സൂപ്പർവൈസർ, എല്ലാത്തിനും സൂപ്പർവൈസറിന്റെ അടുത്ത് ചോദിക്കണ്ട അല്ലെ. അയ്യോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ എന്താ ചെയ്യണേ, അല്ലെങ്കിൽ അതെന്താ ചെയ്യണേ, എങ്ങനെ അത് ചെയ്യണം എന്നൊന്നും എപ്പോഴും കൺസൾട്ട് ചെയ്യണ്ട. സൂപ്പർവൈസറിനോട് കൂടി ആലോചിക്കാതെ തന്നെ ഈ മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ മാനേജറിനെ പേഴ്സണൽ പോളിസീസ് സഹായിക്കും. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? രണ്ടാമത്തെ നോക്കിയാൽ എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉറപ്പുവരുത്തുക.
They ensure long-term welfare of employees and to make for a good employer-employee relation. Favorism and discrimination are lessened. ലെസൺ എന്ന് വെച്ചാൽ കുറയ്ക്കുക, റെഡ്യൂസ് എന്നുള്ളതാട്ടോ, LESSENED. ലെസൺഡ് എന്ന് വെച്ചാൽ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക. അതെന്ത് ചെയ്യുന്നു? They ensure long-term welfare of employees. എംപ്ലോയീസിന്റെ ഒരു ദീർഘകാല ക്ഷേമം ഉറപ്പാക്കുന്നു. അതാണ് ഒന്നാമത്തെ പറഞ്ഞേക്കണേ. They ensure long-term welfare of employees. അവിടുത്തെ എംപ്ലോയീസിന്റെ ഒരു ദീർഘകാല ക്ഷേമം ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? And makes for a good employer-employee relationship. ആണോ? നല്ലൊരു തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അതെങ്ങനെയാന്ന് നോക്കിയാൽ as favorism and discrimination are lessened. അപ്പൊ നോക്കിയാൽ അവിടെ ഒരു പോളിസി ഉണ്ട്, ഓൾറെഡി ഉണ്ട് അല്ലെ. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ, എംപ്ലോയറിന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ല അവിടെ. അപ്പൊ അവിടെ ഫേവറിസം, എനിക്കിതേ ഇപ്പൊ എനിക്ക് ഡിൻസിയോട് ഒരിച്ചിരി ഫേവർ ആണ്, ഞാൻ അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് ഡിൻസിക്ക് കൊടുക്കാം. അങ്ങനെ വരുമ്പോ ആ ഫേവറിസം അതൊരു കറക്റ്റ് ഒരു എംപ്ലോയറിന് ചേർന്ന കാര്യമാണോ? ആണോ? അല്ല അല്ലെ. അല്ലെങ്കിൽ ദിവ്യയോട് എനിക്കൊരു പ്രത്യേക ഒരു ഇതുണ്ട്, അപ്പൊ ഞാൻ ആ ദിവ്യേനെ ആ ഒരു പൊസിഷനിലേക്ക് ഇരുത്താന്ന് പറഞ്ഞാൽ ശരിയായ കാര്യമില്ല. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, അവരോട് വിവേചനം, ഇപ്പൊ എന്തെങ്കിലും ബാക്കിലേക്ക് നിൽക്കണവരെ അവരെ മാറ്റി നിർത്തുക, അങ്ങനെയുള്ള കാര്യമൊന്നും പാടില്ല അല്ലെ. അപ്പൊ ഫേവറിസം ഡിസ്ക്രിമിനേഷനും കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും പേഴ്സണൽ പോളിസി സഹായിക്കും. അപ്പൊ എംപ്ലോയർ-എംപ്ലോയി നല്ല ബന്ധം വരൂല്ലേ അവിടെ? അല്ലെങ്കിൽ നമ്മൾ പറയൂലേ, ഇപ്പൊ നമ്മുടെ ടോപ്പില് നമ്മുടെ ഹെഡ് ഇന്ന ആളോട് ഫേവർ ആണ് അല്ലെ, അല്ലെങ്കിൽ എന്നോട് ഡിസ്ക്രിമിനേഷൻ കാണിച്ചു, അങ്ങനെ ഒരു പരാതികളും ഇത് വരും. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് നിർത്താൻ പറ്റില്ല അല്ലെ, നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ. നമ്മളോട് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കോ, അല്ലെങ്കിൽ ഒരു പിന്നൊരാളോട് പ്രത്യേക ഒരു മാനേജറിന്റെ കീഴിൽ ഒരു 10 സ്റ്റാഫുകളുണ്ട്, 10 പേരോട് ഒരു പല രീതിയിൽ പെരുമാറുക, അല്ലെങ്കിൽ ഒരാളെ ഫേവർ ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു ബന്ധം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഈ പേഴ്സണൽ പോളിസീസ് എന്തുകൂടി സഹായിക്കുന്നുണ്ട്? ഈ ഫേവറിസം ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു എംപ്ലോയർ-എംപ്ലോയി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ക്ലിയർ അല്ലേ 2 പോയിന്റും? മാനേജറിന് ഈ സുപ്പീരിയറിന്റെ ആയിട്ട് കൂടി ആലോചിക്കാതെ തന്നെ തീരുമാനം എടുക്കാൻ മാനേജറിനെ സഹായിക്കുന്നത്. രണ്ടാമത്തെ, എംപ്ലോയീസിന്റെ ദീർഘകാല ക്ഷേമം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. അതുകൂടാതെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇട്ടോളൂ കേട്ടോ. ഇത് ഫുള്ള് നിങ്ങൾ വായിച്ച് ബൈഹാർട്ട് ചെയ്യേണ്ട ചാപ്റ്റർ അല്ല. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞപ്പോ തന്നെ മനസ്സിലായല്ലോ. പ്രധാന പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ട് ബാക്കി പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കണം. മനസ്സിലാവുള്ള ഇത് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്യല്ല, നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് 2 കാണുമ്പോൾ നമുക്ക് ആശയം നമ്മുടെ മനസ്സിലില്ലേ അല്ലേ? അല്ലാതെ ഈ പോയിന്റ് കാണാതെ തന്നെ നമുക്ക് എന്താണെന്നുള്ളൊരു ആശയം, ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. അടുത്ത് നോക്കി, എന്തൊക്കെയാണ് ഇനി ഒബ്ജക്റ്റീവ്സ്? ഈ പേഴ്സണൽ പോളിസീസിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ നോക്കി? സെക്യൂരിറ്റി, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അഡ്വാൻറ്റേജ് 2 പറഞ്ഞു, അതെല്ലാവർക്കും ക്ലിയർ ആണ്. ഇനി അടുത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ഒബ്ജക്റ്റീവ്സ് തന്നെ ഏതൊക്കെയാ? സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് അതായത് തൊഴില് അല്ലെ, ജോലിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നു. അതിൽ ഓരോ നയങ്ങളുണ്ടല്ലോ അല്ലെ. അപ്പൊ അതിന്റെ എന്താ, നമുക്ക് സെക്യൂരിറ്റി കിട്ടുകയാണ്. ഇത്ര വർഷം അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇത്ര നാള് വർക്ക് ചെയ്യാം എന്നുള്ളൊരു ജോലി, ഒരു സെക്യൂരിറ്റി പേഴ്സണൽ പോളിസീസ് ഉറപ്പാക്കുന്നുണ്ട്. അതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് ലക്ഷ്യം എന്ന് പറഞ്ഞ തൊഴിലിന്റെ സെക്യൂരിറ്റി. രണ്ടാമത്തെ, പേയ്മെന്റ് ഓഫ് ഫെയർ എന്നാട്ടോ, FAIR. ടെക്സ്റ്റ് ഒന്ന് നോക്കിയാല് കറക്റ്റ് ആണോന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടാണ്. കോപ്പിയില് തെറ്റുണ്ട്. FAIR വേജസ് എന്താ? രണ്ടാമത്തെ പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, അതായത് നമ്മുടെ കൂലിക്ക് കൃത്യമായിട്ട് എന്താണ് നമുക്ക്, അതായത് നമുക്ക് കൃത്യമായിട്ട് കൂലി കിട്ടാൻ കിട്ടുന്നതിന് വേണ്ടി മറ്റൊരു ഒബ്ജക്റ്റീവാണ്, ലക്ഷ്യമാണ്. എന്താ? നമുക്ക് കൂലി കൃത്യമായിട്ട് കൊടുക്കാനായിട്ട്, അത് നമുക്ക് കിട്ടാനായിട്ട്, പേയ്മെന്റ് കറക്റ്റ് ആവാനായിട്ട്.
പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, നമ്മുടെ കൂലി കൃത്യമായിട്ട് കിട്ടാനായിട്ട് കൊടുക്കാനായിട്ട്. സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. എന്താണ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SOUFAIR ആട്ടോ, ഫെയർ. അടുത്തത് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നാ മീനിങ്, നല്ലത്. അല്ലാതെ ഒച്ച എന്നുള്ളൊരു ഇതല്ല അവിടെ SOUND സൗണ്ട് പറഞ്ഞേക്കണേ. നല്ല, നല്ലത്, ഗുഡ് എഴുതി വെച്ചോട്ടെ അവിടെ, ഗുഡ് എന്ന് എഴുതാം. ഗുഡ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, നല്ല ഒരു ഓർഗനൈസേഷനുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തുക. അടുത്തത് ഒരു ലക്ഷ്യമാണ് സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ആ ഓരോ സ്ഥാപനമായിട്ട് നല്ലൊരു റിലേഷൻ നിലനിർത്തുക, ബന്ധം നിലനിർത്താൻ. അടുത്തത് നോക്കിയേ, ട്രെയിനിങ് ഓഫ് എവരി വൺ, എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കാൻ. കണ്ടോ, എല്ലാ എംപ്ലോയീസിനും ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. Then അടുത്ത നോക്കിയേ, ഒപ്റ്റിമൽ യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. പേഴ്സണൽ പോളിസിയുടെ മറ്റൊരു ലക്ഷ്യം എന്താ? ഒപ്റ്റിമം. ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ മാക്സിമം, പരമാവധി. മാക്സിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അവിടെ ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ വിഭവം അല്ലെ, അല്ലെങ്കിൽ മനുഷ്യരെ, എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫിനെയൊക്കെ പരമാവധി ഉപയോഗിക്കുക. മാക്സിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അടുത്ത നോക്കിയേ, റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, മാനുഷിക അന്തസ്സിനെ മാനിക്കുക, റെസ്പെക്ട് ചെയ്യുക. ഹ്യൂമൻ ഡിഗ്നിറ്റി, ഓരോരുത്തർക്കും അവരുടേതായ ഒരു അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ആ ഹ്യൂമൻ ഡിഗ്നിറ്റിനെ റെസ്പെക്ട് ചെയ്യുക, മാനുഷിക അന്തസ്സിനെ മാനിക്കുക. അത്രയാണ് ഒബ്ജക്റ്റീവ്സ്. കുഞ്ഞു പോയിന്റ്സ് ആണ്, അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക കേട്ടോ, ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ആ തൊഴിലിന്റെ സുരക്ഷ, പിന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ്, പിന്നെ ഒരു നല്ലൊരു റിലേഷൻ. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്. നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻ, ഓർഗനൈസേഷനുമായിട്ടൊരു നല്ലൊരു ബന്ധം, അതൊരു ലക്ഷ്യമാണ്. എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുക, പിന്നെ ഹ്യൂമൻ റിസോഴ്സിനെ പരമാവധി ഉപയോഗിക്കുക, ഹ്യൂമൻ ഡിഗ്നിറ്റി റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. അടുത്തതാണ് പ്രിൻസിപ്പിൾസ്. ഈ ഹ്യൂമൻ പോളിസിയുടെ എന്താണ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്? ട്രെയിൻ എവരി വൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. എന്ത് ചെയ്യണം? എല്ലാവരെയും ട്രെയിൻ ചെയ്യിക്കുക. ഏതാ? ചെയ്യേണ്ട ജോലിയിലേക്ക്. ട്രെയിൻ എവരി വൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. ഏതാ? ചെയ്യേണ്ട ജോലിക്കായിട്ട് എല്ലാവരെയും പരിശീലിപ്പിക്കുക. അപ്പൊ പുതുതായി വന്ന എംപ്ലോയീസ്, അവർക്കൊരു ജോലി, അവർക്ക് എന്താ പെട്ടെന്ന് ജോലിയിലേക്ക് കയറാൻ പറഞ്ഞാൽ ചിലപ്പോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേണമെങ്കിൽ ഒരാഴ്ചക്കൊക്കെ നമുക്ക് എന്താ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം അല്ലെ. അപ്പൊ അവര് ബെറ്റർ ആവും. എന്നിട്ട് അവർക്ക് എന്താ, അപ്പൊ എല്ലാ മിക്ക ജോലിക്കും ഇല്ല ട്രെയിനിങ് പീരീഡ് ഇല്ലേ അല്ലെ. അപ്പൊ ആ ട്രെയിനിങ്ങിലൂടെ അവര് എന്താ ഓക്കെ ആവും, ആ ഒരു ജോലിയിലേക്ക്, ആ ജോലി ചെയ്യാനായിട്ട് അവര് പാകമാകും അല്ലെ. അപ്പൊ ഏത് പൊസിഷനിലേക്കാണോ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തേക്കുന്നത്, ആ പൊസിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യുക? ട്രെയിനിങ് കൊടുക്കുക. ട്രെയിൻ, എല്ലാവരെയും പരിശീലിപ്പിക്കുക. രണ്ടാമത്തെ നോക്കിയേ, put the right man in the right place. എന്താ? ശരിയായ ആളുകളെ ശരിയായ സ്ഥലത്ത് പ്ലേസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, പല പ്രാവശ്യം പറഞ്ഞില്ലേ, ഇപ്പൊ എന്നെ ഇവിടുന്ന് വേറൊരു ഈ ഒരു ഓർഗനൈസേഷനില് നമ്മൾ വേറൊരു പോസ്റ്റിലേക്കാണ് ഇട്ടേക്കണെങ്കിൽ, പക്ഷെ എനിക്ക് അവിടെ അത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല അല്ലെ. ഇത്രത്തോളം ബെറ്റർ ആവണമെന്നില്ല. ഓരോരുത്തർക്കും എന്ത് ചെയ്യണം? ശരിയായ ആളുകളെ ശരിയായ പ്ലേസിലേക്ക് ഇടുക. ഇപ്പൊ ടീച്ചിങ് ഒരു എബിലിറ്റി ഇല്ല, അങ്ങനെ ഒരാളെ കൊണ്ടുവന്നപ്പോ ക്ലാസ് എടുക്കാൻ പറഞ്ഞ് ചിലപ്പോ ബുദ്ധിമുട്ടാവും ഇല്ലേ? ഇല്ലേ? അപ്പൊ എന്നെ കൊണ്ടുവന്ന് വേറൊരു പൊസിഷനിലേക്കിട്ട് എനിക്ക് ഇത്രത്തോളം എനിക്ക് അവിടെ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതായത് അത് ഏത് ജോലിയിലോ ആണെങ്കിലോ അതായിരുന്നു അല്ലെ. ശരിയായ പ്ലേസിലേക്ക് ശരിയായ ആളുകളെ സ്ഥാപിക്കുക, നിയമിക്കുക. അടുത്തത് സപ്ലൈ. മൂന്നാമത് പോയിന്റ്, സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻ ഓഫ് വർക്ക്. എന്ത് ചെയ്യണം? ശരിയായ ടൂൾസ് തരണ്ടേ. ഇപ്പൊ എന്നോട് പറഞ്ഞു ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അല്ലെ. ഞാൻ ഇവിടെ ജോലിക്ക് വന്നത്, എനിക്ക് ആ ടൂള്, ഈ സിസ്റ്റം, ഇവിടത്തെ ഫെസിലിറ്റി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ? എനിക്ക് അറിയാന്ന് പറഞ്ഞാലും എനിക്ക് ചെയ്യാൻ പറ്റൂല. എന്തും കൂടി കൊടുക്കണം, ശരിയായ ടൂൾസ്. അതിനു വേണ്ടി, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശരിയായ ടൂൾസ് സപ്ലൈ ചെയ്യുക. അതുപോലെ എന്താണ്? നല്ലൊരു ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻ ഓഫ് ദ വർക്ക്. കണ്ടോ? ആ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ശരിയായ ഒരു അന്തരീക്ഷം കൊടുക്കണം, അല്ലെങ്കിൽ ശരിയായ ജോലി സാഹചര്യങ്ങളും കൊടുക്കണം. ഇങ്ങനെ ഒരു റൂം, ആരുടെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു റൂമൊക്കെ സെറ്റ് ചെയ്ത് തന്നെ
എങ്കിലാണ് എനിക്ക് ആ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മറ്റുള്ള ഇതിന്റെ കൂടുതൽ ഇപ്പൊ ടെക്നിക്കൽ സെക്ഷനിൽ അവർ ചെയ്യുന്ന വർക്കിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ, നമുക്കൊരു പ്രൈവസി വേണ്ടേ അവിടെ, അല്ലേ? നമ്മളെ വേറൊരു ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇരിക്കാൻ പറ്റില്ല, അല്ലേ? നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും പാടില്ല. നമ്മുടെ ക്ലാസ്സിൽ ഞാനും നിങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇതിന് പുറമേ നിന്ന് മറ്റുള്ള സ്റ്റാഫുകളൊന്നും ഇതിലേക്ക് കയറേണ്ട ആവശ്യമില്ല, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ള ടൂൾസ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ള സാഹചര്യങ്ങളും നൽകണം. പിന്നെ അടുത്ത പോയിന്റ് നോക്കിയേ, മേക്ക് ദ ഓർഗനൈസേഷൻ എ കോർഡിനേറ്റ് ടീം through a proper coordinate and administration of various departments and divisions. ഒരു ഓർഗനൈസേഷനിലുള്ള പല സെക്ഷനുകളും ആയിട്ട് എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അത് വേണ്ടേ? സെൽഫായിട്ട് ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല. മേക്ക് ദ ഓർഗനൈസേഷൻ ടു കോർഡിനേറ്റ് ടീം ത്രൂ എ പ്രോപ്പർ കോർഡിനേറ്റ് അതായത് ഒരു കോർഡിനേഷൻ വേണം. ഇപ്പൊ എല്ലാവരും ലൈവിൽ കയറാൻ പറ്റില്ല, കുറച്ച് പേരെ കയറിയോളൂ. അപ്പൊ ഞാനിവിടെ എന്റെ ക്ലാസ് ഞാൻ ലൈവിൽ ഇത്രയും കുട്ടികൾ 21 പേര് കാണിക്കുന്നുണ്ട്, ഇത്രയും പേർക്ക് ഞാൻ ക്ലാസ് എടുത്തു. ഇനി 100-200 കുട്ടികളോളം അവിടെ എന്താ പറയാ, 100-300 കുട്ടികളോളം ഒക്കെ വേറെ അവിടെ അവർക്ക് റെക്കോർഡ് ക്ലാസ് കാണുന്നവരുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ക്ലാസ് പോയി ടെക്നിക്കലും കൂടി നമ്മുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യട്ടെ, സഹകരിച്ച് പോയാലല്ലേ നമുക്കത് അവർക്ക് ആ ക്ലാസ് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ അത് ഏതൊരു സ്ഥാപനമാണെങ്കിലും എന്ത് ചെയ്യണം? എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങള് കൊണ്ടുപോകാനുള്ള ഒരു കാര്യങ്ങള് അവിടെ ചെയ്യണം. പിന്നെയോ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിവിഷൻസ്. പല ഡിപ്പാർട്ട്മെന്റുകളെ, പല ഡിവിഷൻസ്, അതിന്റെയൊക്കെ ഭരണം അതും കൂടി വേണം. ഡിപ്പാർട്ട്മെന്റുകളുടെയും പല ഡിപ്പാർട്ട്മെന്റുകളുടെയും അതിന്റെ സബ് ഡിവിഷൻസ് ഉണ്ടാവുമല്ലോ, അതിന്റെയൊക്കെ എന്താണ് ഭരണം, അഡ്മിനിസ്ട്രേഷൻ. Provide, next point നോക്കിയേ, provide security with opportunity, incentives and recognition. Provide security, കണ്ടോ? security, സുരക്ഷ പ്രൊവൈഡ് ചെയ്യണം, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. വിത്ത് എന്താണ്? വിത്ത് എന്നിന്റെ ഒപ്പം അവർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ട്. പിന്നെ ഇൻസെന്റീവ്സ്. ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസെന്റീവ്സ് എന്താണ്? ഇൻസെന്റീവ്സ് എന്ന് വെച്ചാൽ പ്രോത്സാഹനങ്ങള്, അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ്? ഒരു ബോണസ് എന്നൊക്കെ പറയില്ലേ നമ്മള്, ബോണസ് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങള്. അവരെ എന്ത് ചെയ്യുക? റെക്കഗ്നേഷൻ, അവർക്ക് വേണ്ട അംഗീകാരം എന്നിവയിലൂടെയൊക്കെ എന്ത് ചെയ്യണം? ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അവർക്കൊരു സെക്യൂർ ആണ്, അല്ലെ? വർഷാവസാനം കമ്പനിയിൽ നിന്ന് ഒരു ബോണസ്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ വർക്കുകൾ കൂടുതൽ ചെയ്യുന്നതിന്റെ അനുസരിച്ച് എന്തെങ്കിലും കുഞ്ഞു ഇൻസെന്റീവ്സ്, എന്തെങ്കിലും പ്രോത്സാഹനങ്ങൾ, അല്ലെ? അവർക്കുള്ള അംഗീകാരം, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എന്താ? ഒരു സെക്യൂരിറ്റി ആണ്, അല്ലെ? നമുക്കൊരു സുരക്ഷിതമാണ്. നമുക്കറിയാം എല്ലാ വർഷം അവസാനം ആ കമ്പനിയിൽ നിന്ന് അതിന്റെ ഒരു ലാഭവിഹിതത്തിന് നമുക്കൊരു ചെറിയൊരു ഇൻസെന്റീവ് തരുന്നുണ്ട്, അല്ലെ? അതൊരു സുരക്ഷിതത്വമാണ് നമുക്ക്, അല്ലെ? സെക്യൂരിറ്റി ആണ്. അപ്പൊ അങ്ങനെ എന്താണ്? ഓപ്പർച്യൂണിറ്റി, ഇൻസെന്റീവ്സ്, റിക്കഗ്നേഷൻ എന്നിവയിലൂടെ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. ലാസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ഒന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ, ഒബ്ജക്റ്റീവ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ. Then look ahead, plan ahead for more and better things. എന്ത് ചെയ്യണം? ലുക്ക് അഹെഡ്, നമ്മൾ മുന്നോട്ട് നോക്കുക, അല്ലെ? കൂടുതൽ മികച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മുൻകൂട്ടി നമ്മളത് ആസൂത്രണം ചെയ്യുക. ഒരു ഓർഗനൈസേഷന്റെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ കൂടി പ്ലാൻ ചെയ്യണം, അല്ലെ? അപ്പൊ അത് മുന്നോട്ട് നോക്കാന്ന് പറഞ്ഞാൽ എന്താ? ഇനി വരാൻ പോണേ ഒരു ഇതും കൂടി നമ്മൾ കണക്കിലാക്കണം, അല്ലെ? അതിന് അങ്ങനെ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യുക. അപ്പൊ അതൊക്കെയാണ് തത്വങ്ങൾ കേട്ടോ. ഇതിലൊക്കെ കേന്ദ്രീകൃതമായിരിക്കും പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. പേഴ്സണൽ പോളിസീസിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഒന്ന് ടിക്കിട്ട് വെച്ചോ, അത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട് കേട്ടോ. പ്രിൻസിപ്പിൾസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് പേഴ്സണൽ പോളിസീസ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? അത്യാവശ്യമായിട്ടുള്ള, അല്ലെ? എസെൻഷ്യൽ ആയിട്ടുള്ള
സ്വഭാവ സവിശേഷതകൾ. എന്തിന്റെ? ഒരു നല്ല സൗണ്ട് എന്ന് പറഞ്ഞതിന്റെ മീനിങ് നമ്മൾ എഴുതി വെച്ചില്ല ആദ്യം. എന്താണ്? ഗുഡ്. ഗുഡ്, നല്ല ഒരു പേഴ്സണൽ പോളിസി, തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങൾ, അതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അപ്പൊ അല്ലെങ്കിൽ ഒരു നല്ലൊരു പേഴ്സണൽ പോളിസി എങ്ങനെയായിരിക്കണം? കണ്ടോ, പേഴ്സണൽ പോളിസീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻക്ലൂഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ഒക്കെ ചോദിക്കാം. ഒരു പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? മനസ്സിലായോ എന്താണ് അത് മീൻ ചെയ്യണേന്ന്? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആ പറയുന്നത്, സവിശേഷതകൾ എന്തൊക്കെയാണ്? പേഴ്സണൽ പോളിസീസിന്റെ സവിശേഷതകൾ എങ്ങനെയായിരിക്കണം നോക്കിയേ. പേഴ്സണൽ പോളിസി എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ക്ലിയർ, പോസിറ്റീവ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് ആൻഡ് എവരി എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. എങ്ങനെയായിരിക്കണം പേഴ്സണൽ പോളിസി? ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം, എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ ക്ലിയർ ആയിരിക്കണം, ഒരു പോസിറ്റീവ് ആയിരിക്കണം, ആൻഡ് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് ആൻഡ് എവരി എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനും, ഈച്ച് ആൻഡ് എവരി എംപ്ലോയീസ്, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? എങ്ങനെയായിരിക്കണം ഒരു പേഴ്സണൽ പോളിസി? അല്ലെങ്കിൽ ഒരു പേഴ്സണൽ പോളിസിക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, ആ ഒരു സ്ഥാപനത്തിലുള്ള എല്ലാ എംപ്ലോയീസിനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പേഴ്സണൽ പോളിസീസ്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ഒന്ന് തമ്മിടണം കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാലോ. ഒരുപാട് ചോദിക്കണ്ടല്ലോ, അല്ലെങ്കിൽ ഒരാളൊന്ന് തമ്മിട്ടാൽ മതി. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ് യെസ് മാം ടൈപ്പ് ചെയ്തിടുന്നില്ല കേട്ടോ. ആ മതി, ജസ്റ്റ് ഒരു തമ്മിട്ടാ മതി. നിങ്ങളുടെ സമയവും കളയില്ല, എന്റെ സമയവും കളയണ്ട. ഓക്കെ, അടുത്ത ഇതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടേൺ ഫോം. എങ്ങനെയായിരിക്കണം അതിനി? റിട്ടേൺ ഫോമിലായിരിക്കണം, അത് എഴുതിയ രീതിയിൽ. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും എന്താ പറയാ, നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടെന്നല്ലാതെ അതെങ്ങനെയായിരിക്കണം? ഒരു റിട്ടേൺ ഫോമിൽ, ഒരു എഴുത്ത് ഇതായിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡിങ്ങില് ആയിരിക്കണം. അല്ലാതെ അവിടെ ആ പോളിസിയിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊന്നും വാഗോണ്ട് പറഞ്ഞാൽ നമുക്കൊരു പ്രൂഫ് വേണം അല്ലേ? ഒരു പ്രൂഫ് വേണ്ടേ അതിന്? ഇതാണ് ഒരു റിട്ടേൺ ഫോമിലായിരിക്കണം. പേഴ്സണൽ പോളിസി എങ്ങനെയായിരിക്കണം? റിട്ടേൺ ഫോമിലായിരിക്കണം. ക്ലിയർ ആണ് അല്ലെ? റിട്ടേൺ ഫോമിലായിരിക്കണം. നമുക്കൊരു പ്രൂഫ് ആയിട്ട് അവിടെ വേണം, റെക്കോർഡിക്കലി ആ സാധനം വേണം. ഓക്കെ, അടുത്ത് നോക്കിയേ. ഇറ്റ് ഷുഡ് ബി ഇൻ ലോക്കൽ ലാംഗ്വേജ് ഓൾസോ. അടുത്ത എന്താ? ഇറ്റ് ഷുഡ് ബി ഇൻ ലോക്കൽ ലാംഗ്വേജ്. ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം. അവിടുത്തെ ആ ലോക്കൽ ലാംഗ്വേജിൽ എഴുതിയതായിരിക്കണം. വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിൽ നമുക്കത് വായിക്കാൻ പറ്റൂല അല്ലെ എംപ്ലോയീസ്. അപ്പൊ എവിടുത്തെയാണോ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ എഴുതിയതായിരിക്കണം. 3 പോയിന്റ് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണോ അല്ലയോ എന്നൊക്കെ വേഗം മനസ്സിലാക്കാലോ അല്ലെ? എങ്ങനെ വേണമെന്നാ പറഞ്ഞേ? ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം. ഇവിടെ ഒരു ആമിനെക്കുട്ടി മാത്രമേ ഉള്ളൂ എല്ലാത്തിനും ഒരു തമ്പിട്ട് വയ്ക്കണ്ടല്ലോ. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി ഇനി അവിടെ ഇത് പഠിച്ച് ബോറായോ? അത് ഒരു ക്ലാസ് കഴിയുമ്പോഴാ ജിൻസി ഇവിടെ തമ്പിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കണ്ടിട്ട് ആരൊക്കെ തമ്പിടുന്നൊക്കെ. ഓക്കെ, ദേവിക. അപ്പൊ എന്താ പറയാ, അപ്പൊ എങ്ങനെ വേണം? പ്രിയങ്ക. ഓക്കെ, 1-2 പേരില്ല, ഓക്കെയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാലോ. ഒരാൾക്ക് മനസ്സിലാവണ പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് മനസ്സിലാവുന്നത്. 1-2 പേരിടുമ്പോ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കണം എന്നാ പറയാ? ദേവികയൊക്കെ തമ്പിട്ടുണ്ട് കണ്ടു കേട്ടോ. എന്താ പറഞ്ഞേക്കണേ? അതെങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത്? ഒരു ലോക്കൽ, അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ എഴുതിയതായിരിക്കണം. ഇനി അടുത്ത് നോക്കിയേ. ഇറ്റ് ഷുഡ് ബി ജനറലി നോൺ ടു ഓൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്. അതായത് എന്താ? ആ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരും അത് പൊതുവെ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഞാനൊരു സ്ഥാപനത്തിൽ ചെല്ലുകയാണ്, എന്താ ആസ് എ എംപ്ലോയർ, ഒരു എംപ്ലോയി എന്ന നിലയിൽ, ആസ് എ എംപ്ലോയി ഞാനൊരു തൊഴിലാളി എന്ന നിലയിൽ എനിക്ക് ബാധ്യസ്ഥതയുണ്ടല്ലോ അല്ലെ? അവിടുത്തെ പോളിസി എന്താണെന്ന് അറിയുന്നത്, പേഴ്സണൽ പോളിസി എന്താണെന്ന് അറിയേണ്ട എനിക്കൊരു ഇതില്ലേ? അപ്പൊ എന്താ പറയാ, എനിക്ക് എന്ത് ചെയ്യണം? ഞാനത് അറിഞ്ഞിരിക്കണം. ഇതാണ് അല്ല, അത് പൊതുവായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു എംപ്ലോയി എന്ന നിലയിൽ അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അയ്യോ എന്തെങ്കിലും കാര്യം വരും, അയ്യോ അതെങ്ങനെയാ, അത് അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇങ്ങനെ പറയാൻ പറ്റില്ല. ആ ഒരു ഓർഗനൈസേഷനിൽ എന്തുണ്ട്? ഒരു പേഴ്സണൽ പോളിസി ഉണ്ട്, തൊഴിലാളികളുമായി ബന്ധപ്പെട്ട നയങ്ങളുണ്ട് അവിടെ.
അതോ റെക്കോർഡിംഗ് നമ്മൾ പറഞ്ഞില്ല റിട്ടേൺ ഫോമിൽ എഴുതി വെച്ചേക്കണ സാധന അതിന്റെ ഉള്ളിൽ എന്താ എഴുതി വെച്ചേക്കണെന്ന് ഓരോ തൊഴിലാളിയും എന്ന നിലയിൽ ജനറൽ ആയിട്ട് അവർ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും അത് അറിഞ്ഞിരിക്കണം. അതിനകത്ത് എന്താ എഴുതിയേക്കണെന്നുള്ളത് അറിയണം, എന്നാലേ നമുക്ക് അതിനനുസരിച്ച് പെരുമാറാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ. ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ഇൻ ഓർഡർ ടു പ്രിസർവ് ഇറ്റ് എഗൈൻസ്റ്റ് ലോസ്. ഓക്കെ, ഇത് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ഇൻ ഓർഡർ ടു പ്രിസർവ്. പ്രിസർവ് എന്ന് വെച്ചാൽ എന്താ? സംരക്ഷിക്കുക. എന്ത്? ആ ഒരു ഓർഗനൈസേഷനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം അല്ലേ? ഓർഗനൈസേഷനിൽ എന്താ നഷ്ടം വരുന്ന രീതിയിൽ എഴുതാൻ പറ്റുമോ? അത് എങ്ങനെയായിരിക്കണം? ആ ഒരു സ്ഥാപനത്തെ പ്രിസർവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. കണ്ടോ? ഇറ്റ് എഗൈൻസ്റ്റ് ലോസിന് എതിരായിട്ട്, അല്ലെങ്കിൽ അതിനൊരു നഷ്ടം വരാത്ത, അല്ലെങ്കിൽ നഷ്ടത്തിന് എതിരായിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ഓർഗനൈസേഷനെ പ്രിസർവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് ആ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. കണ്ടോ? ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ഇൻ ഓർഡർ ടു പ്രിസർവ്. ആരെ പ്രിസർവ് ചെയ്യണം? ഓർഗനൈസേഷനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം ആ ഒരു പേഴ്സണൽ പോളിസി. ഓക്കെ, അടുത്ത് നോക്കിയേ. അതുപോലെ എംപ്ലോയീസിനെയും കൂടി വേണം കേട്ടോ. അത് എംപ്ലോയീസിനെയും നോക്കണം, അല്ലെങ്കിൽ അവർക്കൊരു ബേർഡൻ ആവുന്ന രീതിയിലായിരിക്കരുത് അവിടുത്തെ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. അത് അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി റീസണബിളി സ്റ്റേബിൾ. അത് സ്റ്റേബിൾ ആയിരിക്കണം, ബട്ട് നോട്ട് റിജിഡ്. കണ്ടോ? അത് റിജിഡ് ആവാൻ പാടില്ല. നമുക്ക് അതൊരു ഭയങ്കര കർക്കശമാക്കാൻ പാടില്ല. റീസണബിളി സ്റ്റേബിൾ ആയിരിക്കണം. അതായത് ഇപ്പൊ എന്താ ആ ഒരു നയങ്ങള്, ആ ഒരു പോളിസിയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങള്, ആ ഓർഗനൈസേഷൻ ഒരു 1000 എംപ്ലോയി ഉണ്ട്, ആ 1000 പേർക്ക് ഒരുപോലെ ആയിരിക്കും. അല്ലാതെ എനിക്കൊരു നയം പറഞ്ഞു അത് വേറെ ആൾക്ക് അത് വേറെ രീതിയിലാവാൻ പാടില്ല. അത് എപ്പോഴും എങ്ങനെയായിരിക്കണം? റീസണബിളി സ്റ്റേബിൾ ബട്ട് നോട്ട് റിജിഡ്. കണ്ടോ? അത് എപ്പോഴും ന്യായമായിട്ടായിരിക്കണം. റീസണബിൾ ന്യായമായതും സ്ഥിരതയുള്ളതും, സ്റ്റേബിൾ സ്ഥിരതയുള്ളതും, എന്നാൽ റിജിഡ് ആകാനും പാടില്ല, അധികം കർക്കശമാകാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാകുമ്പോ ആരും ഉണ്ടാവില്ല അല്ലെ? ഒരുപാട് കർക്കശമായിട്ടുള്ള പോളിസിയാണ് ആ ഓർഗനൈസേഷനിലേക്ക്, അവിടെ എംപ്ലോയീസ് ഉണ്ടാവില്ല അല്ലെ? എംപ്ലോയീസിന് ഒരുപാട് ബേർഡൻ ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കര കർക്കശമായ രീതിയിലാണെങ്കിൽ ചിലപ്പോ അവിടെ ഓർഗനൈസേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ വർക്ക് ചെയ്യാൻ എംപ്ലോയീസ് ഉണ്ടാവില്ല. ആ പോയിന്റ് ക്ലിയർ അല്ലേ? അത് ന്യായവും സ്ഥിരതയുള്ളതായിരിക്കണം, എന്നാൽ അത് എന്താവാൻ പാടില്ല? അധികം റിജിഡ് ആകാനും പാടില്ല, കർക്കശമാകാൻ പാടില്ല. അടുത്ത പോയിന്റ് നോക്കി. ഇനി എന്താ വേണ്ടത് ഒരു പേഴ്സണൽ പോളിസിക്ക് വേണ്ട ക്യാരക്ടർ എന്താ നോക്കിയേ. It should be result of careful analysis of all available facts. കണ്ടോ? അവിടെ ആ ഒരു ഓർഗനൈസേഷനിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ഫാക്ട്സും, എല്ലാ വസ്തുക്കളുടെയും ഒരു സൂക്ഷ്മമായ ഒരു അനാലിസിസ് എന്ന് വെച്ചാൽ വിശകലനം, അതിന്റെ ഫലമായിരിക്കണം എന്തെന്ന് പറയുന്നത് പേഴ്സണൽ പോളിസി. അതായത് അവിടത്തെ ലഭ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുക, സൂക്ഷ്മമായി, കെയർഫുള്ളി അനലൈസ്. കണ്ടോ? സൂക്ഷ്മമായി വിശകലനം ചെയ്തതിന്റെ ഒരു ഫലമായിരിക്കണം. അപ്പൊ അങ്ങനെ ആയിരിക്കണം പേഴ്സണൽ പോളിസി. ഇപ്പൊ അവിടുത്തെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാതെ, അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ആ പോളിസിയിൽ, പേഴ്സണൽ പോളിസിയിൽ എഴുതാൻ പാടില്ല അല്ലേ? അപ്പൊ അതായത് എന്താ, അവിടത്തെ ആ ഓർഗനൈസേഷനിലെ കാര്യങ്ങള് ഒരു ശ്രദ്ധാപൂർവം വിശകലനം ചെയ്തുകൊണ്ട് അവിടെ അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കള്, അതിന്റെ ഒരു റിസൾട്ട് ആയിരിക്കണം പേഴ്സണൽ പോളിസി. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ബൈഹാർട്ട് ചെയ്യണ്ട കേട്ടോ. ഇത് വായിച്ചു നോക്കുമ്പോ നിങ്ങൾക്ക് ഓക്കെ ആണോ, ഇതിനകത്ത് വന്നതാണോ എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അടുത്ത നോക്കിയേ. ഇറ്റ് ഷുഡ് ബി യൂണിഫോം ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. എന്താ? ഓർഗനൈസേഷനിൽ ഉള്ളവർക്ക് എല്ലാവർക്കും എങ്ങനെയായിരിക്കണം? അത് യൂണിഫോം, ഒരുപോലെ ആയിരിക്കണം, ഏകീകൃതമായിരിക്കണം. ഒരാൾക്കൊരു ഇത്, വേറെ ആൾക്ക് വേറെ ഇത്, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ ഇങ്ങനെ, വേറെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ, അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇറ്റ് ഷുഡ് ബി യൂണിഫോം. അണ്ടർലൈൻ ചെയ്തോട്ടോ. ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനത്തിൽ ഉടനീളം അത് യൂണിഫോം, ഏകീകൃതമായിരിക്കണം. ഏകീകൃതമായിരിക്കണം. അടുത്ത് നോക്കിയേ. It must provide two-way communication system between the management and employees.
എന്താ പറഞ്ഞേക്കുന്നേ? ഇറ്റ് പ്രൊവൈഡ്, എന്ത് പ്രൊവൈഡ് ചെയ്യണം? ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. അതാ ഈ പോളിസി ആരാ ഇതാക്കുന്നത്? ആ ഓർഗനൈസേഷൻ അല്ലേ? അവിടുത്തെ മാനേജ്മെന്റ്, ആ ഓർഗനൈസേഷൻ ആണ് ആ പോളിസികളെ രൂപീകരിക്കുന്നത് അല്ലെ? അപ്പൊ അതെന്താണ്? ആ മാനേജ്മെന്റിന് എംപ്ലോയീസിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ? അല്ലെങ്കിൽ പറയണതല്ല, ആ എംപ്ലോയീസ് നടപ്പിലാക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള ശരിക്കും എന്താ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അതായത് മാനേജ്മെന്റ് മാത്രം പറയുന്ന കാര്യം മാത്രമല്ല, തിരിച്ച് എംപ്ലോയീസിന്റെ കാര്യം കൂടി പരിഗണനയിൽ എടുക്കണം. അങ്ങനെ വേണ്ടേ? അല്ലാതെ റേഡിയോ പോലെ പോരല്ലോ. ഇപ്പൊ നമ്മൾ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഓരോ മെസ്സേജ് ഇടണല്ലേ? ടു വേ കമ്മ്യൂണിക്കേഷൻ തന്നെയല്ലേ? ഡയറക്റ്റ് നിങ്ങളുടെ സൗണ്ട് ഇവിടെ വന്നില്ല എന്നുള്ളൂ, പക്ഷെ മെസ്സേജിൽ കൂടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അവിടെ തമ്മിടാണ്. നമ്മൾ തമ്മിലൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം എന്നാ. അങ്ങനെ ആ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം. ഏത്? പേഴ്സണൽ പോളിസികള്. പേഴ്സണൽ പോളിസീസ് മസ്റ്റ് പ്രൊവൈഡ് ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ആരൊക്കെ തമ്മില്? മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ? എല്ലാ പോയിന്റ്സും ക്യാരക്ടറിസ്റ്റിക്സ് ഓക്കെ. ഇനി വായിച്ചു നോക്കണം കേട്ടോ. ഇന്ന് തന്നെ വായിച്ചു വെക്കണം. ഇത് ഒരുപാട് പോയിന്റ്സ് ആയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് മെമ്മറിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് വായിച്ചാലാണ് നമുക്കത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. പിന്നെ നിങ്ങൾ കൂളായിട്ട് എക്സാം എഴുതിക്കോ, ഞാൻ ഗ്യാരണ്ടി പറയണു. നിങ്ങൾ ഇന്ന് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ എല്ലാവരുടെ മനസ്സിലുണ്ട്. നമ്മൾ പറയുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ ബേസ് ചെയ്തൊക്കെ പറയുന്നതുകൊണ്ട് നമുക്കത് ഓർമ്മയിൽ ഉണ്ടാവും. ഇന്നും കൂടി ഒന്ന് വായിച്ചു വെച്ചാൽ എല്ലാവരും കണ്ണടച്ച് എക്സാം എഴുതാം. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? ഒരു സ്ഥാപനത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നോക്കി. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? An organization structure explain how activities like a task allocation. അവിടെ എംപ്ലോയീസിന് ഓരോ ടാസ്ക് ആണ് ശരിക്കും അല്ലെ? ഞാനിവിടെ വന്ന് ക്ലാസ് എടുക്കാൻ നോക്കിയ ഒരു ടാസ്ക് ആണ് ശരിക്കും ചെയ്തേക്കണം. എന്റെ ഫ്രണ്ടിലെ കുട്ടികളില്ല, നമ്മളൊരു സ്ക്രീനിലൂടെ മാത്രമാണ് നമ്മൾ അങ്ങോട്ട് കാണുള്ളൂ. ശരിക്കും ഓഫ്ലൈൻ ആണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ഒരു എന്താ ഓൺലൈൻ ആയതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഡയറക്റ്റ് ക്ലാസ്സിൽ ഇരിക്കണ പോലെ അല്ലല്ലോ അല്ലേ? നമുക്ക് നമ്മൾ ഫേസ് ടു ഫേസ് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ പെരുമാറ്റങ്ങളും എനിക്ക് ഇപ്പൊ മുഖഭാവത്തിന് അറിയാൻ പറ്റുമല്ലോ അല്ലെ? നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോ അല്ലെങ്കിൽ സ്കൂളൊക്കെ പഠിക്കുമ്പോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ അപ്പൊ അവിടെ പൊക്കും അല്ലേ? മനസ്സിലായില്ല എന്ന് ടീച്ചറിന് അറിയാം മുഖം നോക്കിക്കഴിഞ്ഞാൽ. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക, ക്ലാസ് ടീച്ചർ ഭയങ്കര ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും പണിക്ക് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിക്കാൻ പോയി ഒരു ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ അപ്പൊ ടീച്ചർ അവിടെ ഏൽപ്പിച്ച് നിർത്തും അല്ലെ? ടീച്ചറിന് ആട്ടം മുമ്പ് അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ ആരെയും ഞാൻ കാണല്ല. നിങ്ങൾ ഇതിട്ടുകൊണ്ട് നിങ്ങൾ ഓണാക്കി വെച്ചോണ്ട് ഏതെങ്കിലും വഴിക്ക് പോയേക്കാണോ, അല്ലെങ്കിൽ അടുക്കളയിൽ ഇനി ഉച്ചക്ക് ഫുഡിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പോയേക്കാണോ, അലക്കാൻ പോയേക്കാണോ, എന്താണെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല അല്ലെ? അപ്പൊ അതാണ്, ഇതൊരു ശരിക്കും ഒരു ടാസ്ക് ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ? ഹൗ ദ ആക്ടിവിറ്റീസ് ലൈക്ക് ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ ആൻഡ് സൂപ്പർവിഷൻ ആർ ഡയറക്റ്റഡ് ടുവേഴ്സ് ദ എന്തിനു വേണ്ടി? ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ എയിംസ്. എന്താണ്? അപ്പൊ ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ, എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുക, എല്ലാത്തിന്റെയും മേൽനോട്ടം, സൂപ്പർവിഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങള് ഈ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിലേക്ക് എങ്ങനെ അത് ഡയറക്റ്റ് ചെയ്യുന്നു, എങ്ങനെ അത് നയിക്കപ്പെടുന്നു എന്ന് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ ഈ കാര്യങ്ങള് നമ്മൾ പറഞ്ഞ ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ, സൂപ്പർവിഷൻ, ഇതെല്ലാം ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ്, ലക്ഷ്യം, ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ എയിം അച്ചീവ് ചെയ്യുന്നതിന്, നേടിയെടുക്കുന്നതിലേക്ക് എങ്ങനെ നയിക്കുന്നു, അതാണ് നയിക്കപ്പെടുന്നു എന്ന് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഡാഷ് എക്സ്പ്ലെയിൻ ഹൗ ആക്ടിവിറ്റീസ്, അങ്ങനെ തന്നെ ആ സെന്റൻസ് തന്നെ ചോദിക്കും. അപ്പൊ അതെന്ത് ചെയ്തു നമ്മള്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഒരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഒരു സ്ട്രക്ചർ, ഒരു ഘടന, ഇതെന്താണ്? ഇനി നോക്കിയേ, എന്തൊക്കെയാണ് കോൺസെപ്റ്റ്? കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആശയം. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കോൺസെപ്റ്റ് എന്തൊക്കെയാണ്, ആശയം എന്തൊക്കെയാണ്? ഓക്കെ. ടാസ്ക്
അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ഒന്നാമത്തെ എന്താണ്? ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ ഒരു ഘടന അല്ലെ. അതിന്റെ ഫസ്റ്റ് ഒരു ആശയം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം എന്താ ഒരു സ്ഥാപനത്തിന്റെ ഇത് പറഞ്ഞേക്കണേ? ആ ടാസ്ക് പൂർത്തീകരിക്കുക. അതല്ലേ? എന്താണ് ആ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? ടാസ്ക് അക്കംപ്ലിഷ്മെന്റ്. അതായത് കൊടുത്തിരിക്കുന്ന നിലവാരത്തില് കൃത്യസമയത്ത് ജോലി ചെയ്ത് തീർക്കുക. അതാണ് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളോട് പറഞ്ഞ സമയത്ത് നമ്മുടെ പോർഷൻസ് ഒക്കെ തീർത്ത് ക്ലാസ് ഒക്കെ തീർത്ത് തരണ്ടേ? പറയുന്ന സമയത്തേക്ക് എക്സാം ഒക്കെ നടത്തി തരണ്ടേ? നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ? അല്ലേ? ഓരോ ബാച്ചിനും കറക്റ്റ് സമയത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ പറയും വൈകി കഴിയുമ്പോ അല്ലേ? അപ്പൊ അതാണ് ഒരു ഫസ്റ്റത്തെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താ? ആ പറഞ്ഞ സമയത്ത് അല്ലെ, കൊടുത്തിരിക്കുന്ന അതേ നിലവാരത്തില്. ഇപ്പൊ സമയമില്ലാന്ന് പറഞ്ഞ ഓടിച്ചങ്ങ് പറഞ്ഞു പോയാതെയോ? വെറുതെ ഒരു 5-10 പേജ് ഒരു ദിവസം വായിച്ചു പോയി കഴിഞ്ഞാൽ കാര്യമില്ല. എങ്ങനെ വേണം? അതെ, നമ്മൾ ഫസ്റ്റ് എങ്ങനെയാ തുടങ്ങിയ അതേ നിലവാരത്തിൽ തന്നെ കൃത്യസമയത്ത് ജോലി ചെയ്ത് തീർക്കുക. അതാണ് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓർ അല്ലെങ്കിലോ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, തൊഴിലാളികളുടെ സംതൃപ്തി. നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം. ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടുത്തെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം, സംതൃപ്തരാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ എന്താ നോക്കിയേ? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. എന്താ? അധികാരം ഏൽപ്പിക്കുക അല്ലെങ്കിൽ കൈമാറുക. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അധികാരം കൈമാറുക. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡെലിവറി ബൈ വൺ ഇൻഡിവിജ്വൽ ടു അനദർ ടു ദ റൈറ്റ് ടു ആക്ട്, ടു ടേക്ക് ഡിസിഷൻ, ടു requisition sources, to give a direction to others to act and to execute other tasks in order to fulfill job responsibility. അപ്പൊ എന്താ? അധികാര കൈമാറ്റം. ഒരു മിനിറ്റ് കേട്ടോ, പേജ് അങ്ങോട്ട് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോയി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. കീബോർഡില് പെട്ടെന്ന് അറിയാതെ ഒന്ന് ടച്ച് ചെയ്തതാ, പെട്ടെന്ന് ഇതായിപ്പോയി കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ? അധികാരം കൈമാറുക. എന്താ പറഞ്ഞേക്കുന്ന അവിടെ? നമ്മുടെ ഇറ്റ് ഈസ് ദ ഡെലിവറി ബൈ വൺ ഇൻഡിവിജ്വൽ ടു അനദർ. ഒരാള് മറ്റൊരാൾക്ക് അധികാരം കൈമാറുക. അല്ലെങ്കിൽ എന്താണ്? കാരണം എന്റെ കയ്യ് ഈ കീബോർഡിൽ അറിയാതെ ഒന്ന് ടച്ച് ചെയ്തപ്പോ പെട്ടെന്ന് അതൊന്ന് സ്ക്രോൾ ചെയ്ത് പോയതാട്ടോ ആ പേജ്. ഓക്കെ ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നേ? ഇനി എന്താണ്? ആണ് കേട്ടോ. അതുകൊണ്ട് അതേതിക്ക് അപ്പതേ ചോദിച്ചു നെറ്റിന്റെ അല്ലെങ്കിൽ ഇതാണോ എന്നുള്ളത്. എനിക്ക് വന്നൊരു മിസ്റ്റേക്ക്, എന്റെ കൈ അറിയാതെ ഇങ്ങനെ ചുറ്റിപ്പോയി. ഞാൻ ആവശ്യം കൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ആ കീബോർഡിൽ ഒരു കീല് പ്രസ് ആയിപ്പോയി. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ വെട്ടാന്ന് ഇതായിപ്പോയി. ഓക്കെ, സോറി. നോക്കി, അപ്പൊ എന്താ പറഞ്ഞേക്കണേ? അധികാരം കൈമാറുക എന്നുള്ളത്. അതോറിറ്റിക്ക്, അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇപ്പോഴുണ്ടല്ലോ. അതായത് ഒരു ടാസ്ക് നമുക്ക് ഞാൻ പറയാട്ടോ, സുപ്പീരിയർ ടു സബോർഡിനേറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ടാസ്ക് നമ്മളൊരു കൃത്യസമയത്ത് നമുക്ക് ചെയ്ത് തീർക്കാനുള്ള നിർദ്ദേശം. ഇപ്പൊ ഒരു ഹെഡ് പോലെയല്ലേ നമുക്ക്, അല്ലെ? അപ്പൊ ഒരു ഓർഗനൈസേഷൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു ഹെഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഹെഡിന്റെ കീഴിൽ കുറച്ച് പേരുണ്ടാവും. അവരെന്ത് ചെയ്യും? അവരിലേക്ക് അത് വീതിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അതാണ് പറഞ്ഞേക്കണേ. അതായത് ഒരു ടാസ്ക് കൃത്യസമയത്ത് ചെയ്ത് തീർക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്കും നൽകുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോബ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നിറവേറ്റാൻ പറ്റും. അല്ലേ? നിറവേറ്റുന്നു. ഒരു അതോറിറ്റിക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു അതോറിറ്റിക്ക് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയോ ജോലി അപ്പൊ എന്ത് ചെയ്യണം? ആ അതോറിറ്റി എന്ത് ചെയ്യണം? ആ ജോലി കൃത്യമായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അല്ലേ? ജോലി കൃത്യമായിട്ട് അവരെ കൊണ്ട് ചെയ്യും. വെറുതെ ഇരുന്ന സാലറി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് ആ ജോലി ചെയ്യുന്ന, ആ ഡിവൈഡ് ചെയ്ത ജോലി കൊടുക്കുകയാണ്. ഒരു അതോറിറ്റിക്ക് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ആ എംപ്ലോയീസിലേക്ക് ജോലികള് എന്ത് ചെയ്യുന്നു? അത്
ഡിവൈഡ് ചെയ്ത് കൊടുക്കും അല്ലെ. ജോലി അവരെ കൊണ്ട് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുക. അതിലൂടെ മാത്രമേ നമുക്ക് ഒരു ഓർഗനൈസേഷന്റെ ഗോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. ജോലിയുടെ ഉത്തരവാദിത്തങ്ങള് നമുക്ക് നിറവേറ്റുന്നതായി പ്രവർത്തിക്കാനും ആ ഒരു റെസ്പോൺസിബിലിറ്റി നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഡിസിഷൻ, ടു ടേക്ക് ദ ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് റിസോഴ്സുകൾ ആവശ്യപ്പെടാനും അതിന് വേണ്ട വിഭവങ്ങൾ ആവശ്യപ്പെടാനും മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കാനും ഉണ്ടോ, മറ്റുള്ളവർക്ക് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകാനും മറ്റുള്ളവർക്ക് ആ ജോലി നിർവഹിക്കാനുള്ള ഒരു അവകാശം എന്നിൽ ഒരു വ്യക്തി മറ്റൊരാളുകൾ കൈമാറുന്നതാണ്, ഒരു അതോറിറ്റിക്ക് കൊടുക്കാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അത് ഹെഡ് പോലെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ജോബിന്റെ റെസ്പോൺസിബിലിറ്റി ഇൻ ഓർഡർ ടു ഫുൾഫിൽ ജോബ് റെസ്പോൺസിബിലിറ്റീസ് കണ്ടോ, ആ ടാസ്ക് നിർവഹിച്ചുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്യുന്നു, ഫുൾഫിൽ ചെയ്യുന്നു. അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അധികാരം ഏൽപ്പിക്കുക. മലയാളത്തിൽ ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോട്ടോ. അധികാരം കൈമാറുക, അല്ലെങ്കിൽ അധികാരം ഏൽപ്പിക്കുക. ഒരു അതോറിറ്റിയിലേക്ക് അല്ലെങ്കിൽ അതോറിറ്റിക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, അധികാരം കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അവര് എന്ത് ചെയ്യുന്നു, എല്ലാ എംപ്ലോയീസിനെയും കറക്റ്റ് സമയത്ത് അവരെ നോക്കിക്കൊണ്ട് അതേ കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യുന്നു, ജോലി അവരെ കൊണ്ട് കൃത്യമായി ചെയ്യിച്ചുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷന്റെ ജോബ് ഫുൾഫിൽ ചെയ്യുന്നു. ഓക്കെ, അതൊന്ന് ആ ഒരു സെന്റൻസ് ഒന്ന് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഡാഷ് ഈസ് ദ ഡെലിവറി ബൈ വൺ ഇൻഡിവിജ്വൽ ടു അനദർ, ദ റൈറ്റ് ടു ആക്ട്, to take a decision, to requisition resources, to give a direction to others. എന്തിനാണ് to act and to execute. എന്ത് ചെയ്യാനാണ്, എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നിർവഹിക്കുക. other task in order to fulfill job responsibilities. Okay. അടുത്തതാണ് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ എന്താ, മേൽനോട്ടത്തിന്റെ ശരിയായ പരിധി, ഫുൾ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ. അതാണ് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞത്, മൊത്തത്തിലുള്ള സൂപ്പർവിഷൻ. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, ഫുൾ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ ഒന്ന് എഴുതി വെച്ചാൽ അതിന്റെ മുകളില്, ഫുൾ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ. മേൽനോട്ടത്തിന്റെ ശരിയായ പരിധി, ശരിയായിട്ടുള്ള സൂപ്പർവിഷൻ വേണം അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള സൂപ്പർവിഷൻ വേണം. ഫുൾ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ, ഇതാണ് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, ദ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. എത്രത്തോളം സ്പെഷ്യലൈസ്ഡ് ആണ്. സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ അതിലെ വൈവിധ്യം നേടുക, വൈദഗ്ധ്യം നേടുക, വൈദഗ്ധ്യം അതായത് സ്പെഷ്യൽ ആവുക, എത്രത്തോളം അത് സ്പെഷ്യലൈസ്ഡ് ആണെന്നുള്ളത്. ഓക്കെ, അണ്ടർ specialization, limited duties are performed regularly and respectively. എന്താ പറഞ്ഞേക്കണേ, നമ്മള് ഈ നമുക്ക് ഇപ്പൊ എന്താ സ്പെഷ്യലൈസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷനിൽ ആദ്യം ചെല്ലുമ്പോഴോ ചിലപ്പോ നമ്മൾ അതിന് എന്താ പറയാ സ്പെഷ്യലൈസ്ഡ് അല്ല, ആ ഒരു വർക്കിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് അല്ല എന്ന് പറയാം അല്ലെ. എന്ത് ചെയ്യണം, അത് ആ ജോലി കണ്ടോ, ലിമിറ്റഡ് ഡ്യൂട്ടീസ് ആർ പെർഫോംഡ് റെഗുലർലി ആൻഡ് റിപ്പീറ്റീവ്ലി. അതായത് റിപ്പീറ്റ് ആയിട്ട്, ആവർത്തിച്ച്, റെഗുലർ ആയിട്ട്, പതിവായി ആ ജോലി നിർവഹിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതില് സ്പെഷ്യലൈസ്ഡ് ആവോ, സ്പെഷ്യലിസ്റ്റ് ആവോ നമ്മൾ അതിനകത്ത് ആവോ? നമ്മൾക്ക് തന്നേക്കുന്ന ജോലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, റിപ്പീറ്റ് ആയിട്ട് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ പറയാ, നമ്മൾ അതില് എന്താവില്ല, ഒരു റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് സ്പെഷ്യലൈസ്ഡ് ആവും. From the personal point of view, specialization make the learning of job routine easier. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താകും, നമ്മള് ആ ജോബ് റുട്ടീൻ, ജോലിയുടെ കാര്യങ്ങൾ നമുക്ക് ഈസി ആയില്ലേ, പിന്നെ അല്ലേ, ഈസി ആയില്ലേ. ഇപ്പൊ നമ്മൾ ആദ്യം ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് ചെയ്യുന്നു, നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒരു മാസം അവിടെ നിന്നു. ഒരു മാസം നമ്മൾ നിന്നപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ആദ്യം വന്ന തപ്പലും തടയിലും ഒക്കെ ഉണ്ടാവോ, നമുക്കറിയാം. ചെന്നിട്ട് റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ആ വർക്ക് ഒരു മാസമായി നമ്മൾ അവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി സ്പീഡ് ആവും. അപ്പൊ ആ ജോലി നമുക്ക് എന്താവും, ഈസി ആവില്ലേ.
job routine easy ആവും and runs the work into an expert in this job. എന്നിട്ട് എന്താവും നമ്മള് ആ ജോലിയില് നമ്മള് എന്താവുന്നു വർക്കില് വർക്കർ into expert in his job. ആ ഒരു ജോലിയില് നമ്മൾ എക്സ്പേർട്ട് ആയി നമ്മളെ ആ വർക്കറിനെ തിരിക്കുന്നു എന്താ ആ ജോലിയിലെ എക്സ്പേർട്ട് ആക്കി മാറ്റുക ചെയ്യുന്നേ അല്ലേ? അതാണ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ആ ജോലിയില് ആ എക്സ്പേർട്ട് ആയി ശരിയാ. നമ്മൾ വീണ്ടും ഇപ്പൊ ഞാനേ ഫസ്റ്റ് ക്ലാസ്സിൽ ഇവിടെ എടുക്കുമ്പോൾ ആദ്യമായിട്ട് എടുക്കാൻ പറയുമ്പോൾ നമുക്ക് എന്താ നമുക്കൊരു ചിലപ്പോ ഫസ്റ്റ് ഫേസ് ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ഉണ്ടാവും അല്ലേ? എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്കൊരു ഇതുണ്ടാവും. ആദ്യത്തെ 1-2 ദിവസം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഇപ്പൊ 4 വർഷത്തോളമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ക്ലാസ് ഫിയർ വേണ്ട അല്ലേ? ആദ്യത്തെ ക്ലാസ്സിൽ ചിലപ്പോ എനിക്കൊരു ചെറിയൊരു ഇതുണ്ടാവും. അയ്യോ ഇത്തരം കുട്ടികൾ എങ്ങനെയാന്നുള്ള ഒരു അല്ലെങ്കിൽ എങ്ങനെ ക്ലാസ് എടുക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. അതിന് നമ്മൾ വർഷങ്ങളോളം നമ്മൾ നിന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഇതുമില്ല, നമ്മൾ അതിന് എക്സ്പേർട്ട് ആയി. അതാ പറഞ്ഞേക്കുന്നത്. റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ആ വർക്ക് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ജോലി ഈസി ആവുകയും നമ്മൾ ആ വർക്കിൽ എക്സ്പേർട്ട് ആവുകയും ചെയ്യും. ക്ലിയർ അല്ലേ ആ പോയിന്റ്? അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അടുത്ത് നോക്കിയേ, കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. ഇനി എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ ചാനൽ പ്രോപ്പർ ആയിരിക്കണം അല്ലേ? കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു മീഡിയം അത് എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിരിക്കണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങള് കൃത്യമായിട്ട് പ്രോപ്പർ ചാനലിലൂടെ തന്നെ എംപ്ലോയീസിനെ അറിയിക്കണം വേണ്ടേ? അപ്പൊ എന്തെങ്കിലും ഒരു ഹെഡ് ഒരു തീരുമാനം കാര്യങ്ങൾ പറഞ്ഞാല് പ്രോപ്പർ ആയിട്ട് നമ്മളെന്താ പറയാ ആ ഒരു ചാനൽ വഴി തന്നെ എല്ലാ എംപ്ലോയീസിനെ അറിയിക്കണം. ഇപ്പൊ നമ്മൾ വന്ന വഴിക്ക് ഞാൻ പ്രിയങ്കോട് പറയാണ് എന്താ പറയാ അല്ലെങ്കിൽ ഗിഫ്റ്റോട് പറയാണ്. പ്രിയങ്കനെ ഞാൻ ആദ്യം വിളിച്ചല്ലേ, വിളിക്കാത്തവരൊക്കെ ഈ സ്ക്രീനിൽ കാണുന്നവരെയാട്ടോ ഞാൻ വിളിക്കുന്നത്. അല്ലാതെ ഇന്ന ആളെന്നല്ല, സ്ക്രീനിൽ കുറച്ച് പേർക്കുടെ പേരെ അവിടെ കാണുള്ളൂ, അവരെയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഗിഫ്റ്റിയുടെ അടുത്ത് പറയാം, ഗിഫ്റ്റ് നമ്മളത് എങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ക്ലാസ്സിലൊന്നും അറിയിക്കണം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ചിലപ്പോ ആ വഴിക്ക് പോകുമ്പോ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് ചിലപ്പോൾ മറന്നു പോവാം അല്ലേ? അപ്പൊ പ്രോപ്പർ ആയിട്ട് ആ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പറ്റൂല അവിടെ അല്ലെ? അപ്പൊ എന്താ, നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ഞാനത് അറിയിക്കേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടി എന്ത് വേണം? ഒരു പ്രോപ്പർ ചാനൽ വേണം. അത് ഓർഗനൈസേഷനിൽ അങ്ങനെ വേണം. ഇപ്പൊ ഒരു കാര്യം നമ്മൾ എംപ്ലോയീസിനെ അറിയിക്കണമെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് പറഞ്ഞു വിട്ടാൽ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുമോ? അയാൾ വേറെ വഴിക്ക് പോയി അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോയപ്പോ വേറെ എന്തെങ്കിലും ഇതിലേക്ക് അയാൾ ഇൻവോൾവ് ആയെങ്കിൽ ആ കാര്യം അവിടെ അറിയൂല. അങ്ങനെ പാടില്ല എന്നാ പറഞ്ഞേക്കണേ. കമ്മ്യൂണിക്കേഷൻ ചാനൽ പ്രോപ്പർ ആയിരിക്കണം. ക്ലിയർ ആയില്ല ആ പോയിന്റ് കൂടി? യെസ്. ഇനി അടുത്ത് നോക്കിയേ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നമ്മുടെ മെയിൻ ഇതിലേക്ക് വരിക കേട്ടോ. നമ്മള് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിന്റെ ഒരു ബേസിക് ഒരു ഇമ്പോർട്ടന്റ് സെക്ഷനിലേക്ക് നമ്മളിപ്പോ കടന്നു വരികയാണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ, എവറി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? മനുഷ്യ വിഭവങ്ങളെ ആസൂത്രണം ചെയ്യുക അല്ലേ? അത് വേണ്ടേ? മനുഷ്യരെ നമ്മളെ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യണം. വെറുതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമുക്ക് നടത്താൻ പറ്റില്ല ഓരോ കാര്യങ്ങളും. അത് നോക്കിയേ, ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ഹ്യൂമൻ റിസോഴ്സസ്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് ഏതാ? അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ്തി. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആസ്തി ആരാ? അവിടെ ഓപ്ഷൻ തരും കേട്ടോ. മടിന്ന് വരും, വേറെ എന്തെങ്കിലും കാര്യങ്ങളോ വെഹിക്കിളിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫെസിലിറ്റിനോ എക്യുപ്മെന്റിനോ ഒക്കെ ഓപ്ഷനിൽ കിടക്കാം. ഏതാ ഏറ്റവും വലിയ അസറ്റ്? ഏതാ? ഇപ്പൊ തന്നെ പഠിച്ചേക്ക്. ഏതാണ് ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും വലിയ അസറ്റ്? ഹ്യൂമൻ റിസോഴ്സ്. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോ പറഞ്ഞതല്ലേ, ഒരു വലിയ എന്റെ കുറെ കാശുണ്ട്, ഞാനൊരു വലിയ ഓർഗനൈസേഷൻ ഇതാക്കി ഞാനൊരു ഹോസ്പിറ്റലിൽ കൊണ്ടു വെച്ചു. അതിനകത്ത് പ്രോപ്പറായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റാഫ് അല്ലെ അവരില്ലെങ്കിൽ എന്താ ഒരു കാര്യമില്ല. അപ്പൊ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ്. അണ്ടർലൈൻ ചെയ്തോ അത്? ഓക്കെ അല്ലേ? എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അവിടെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ആ ക്വസ്റ്റ്യൻ. ഇനി മാറിപ്പോവില്ല ആർക്കും, നമ്മുടെ ക്ലാസ്സിൽ കേൾക്കണവർക്ക് ആർക്കും മാറിപ്പോവില്ല. എങ്കിലും ഞാൻ പറഞ്ഞതാണ് ഏതിനേക്കായാൽ നോക്കിയേ. ആൻഡ് നോട്ട് ദ മണി ഓർ ഫിസിക്കൽ എക്യുപ്മെന്റ്.
പൈസയോ അല്ലെങ്കിൽ ഫിസിക്കൽ എക്യുപ്മെന്റ് ഒന്നും അല്ല വലിയ ആസ്തി എന്ന് പറയുന്നത്. ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ്. പൈസയൊക്കെ പിന്നെ സെക്കൻഡ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഫിസിക്കൽ എക്യുപ്മെന്റ്സും ഇതാണ്. ആ എക്യുപ്മെന്റ് പ്രവർത്തിക്കാനുള്ള ആളുകൾ തന്നെയല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കിയേ. ഹ്യൂമൻ റിസോഴ്സ് ഓർ മാൻ പവർ പ്ലാനിംഗ് ഈസ് ദ പ്രോസസ് വിത്ത് വിച്ച് എ മാനേജ്മെന്റ് ഡിറ്റർമിൻ എന്ന് വെച്ചാൽ നിർണയിക്കുക how an organization should move from its current നിലവിലുള്ള manpower position to its desired manpower position. എന്താ പറഞ്ഞേക്കണേ? അതായത് എന്താണ്, നമ്മുടെ ഇപ്പൊ നിലവിലുള്ള മാൻ പവർ ഇല്ലേ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഇല്ലേ, അതിനെ കമ്പനി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഡിസൈഡ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നുള്ളത് കേട്ടോ, അല്ലെങ്കിൽ ഉദ്ദേശിക്കുക എന്നൊക്കെ ഉള്ളത്. അതായത് കമ്പനി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാൻ പവർ പൊസിഷനിലേക്ക് മാറ്റണം. അതിനെയാണ് അതെങ്ങനെ വരാൻ സാധിക്കും? അതിനെയാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് അവരെ മോൾഡ് ചെയ്താക്കണം അല്ലേ. ഇപ്പൊ നമ്മള് ജസ്റ്റ് ചെന്നു, പക്ഷെ അവിടെ കമ്പനിയുടെ ഗോൾസ് നിറവേറ്റാൻ അവർക്കിടെ കുറച്ച് ഇതുണ്ടാവും അല്ലെ. പിന്നെ ഇന്ന രീതിയിൽ ആ എംപ്ലോയീസ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ള ആ കമ്പനിക്ക് ഇതുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? ആ കറണ്ട് മാൻ പവറിനെ എന്താക്കി മാറ്റണം? ആ കമ്പനി ആഗ്രഹിച്ച രീതിയിലേക്ക്, അല്ലെങ്കിൽ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് ഓർ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡെഫിനിഷൻ ചോദിക്കൂല, ഡാഷ് എന്ന് തന്നെയേ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ the process with which the management determines how an organization should move from current manpower position to its desired manpower position. Okay, through planning. ഇനി ഈ പ്ലാനിംഗ് കൂടെയോ a management strives എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക, STRIVES strives പരിശ്രമിക്കുക. എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? strives പരിശ്രമിക്കുന്നു. എന്താണ്? ടു ഹാവ് എ റൈറ്റ് നമ്പർ, ശരിയായ എണ്ണം, ശരിയായ തരത്തില്, ആൻഡ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ടു ഡു തിങ് വിച്ച് റിസൾട്ട് ഇൻ. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഓർഗനൈസേഷനും ഇൻഡിവിജ്വലിനും ആ മാക്സിമം ആയിട്ടുള്ള ദീർഘകാല നേട്ടം ലഭിക്കാൻ, ബെനിഫിറ്റ് ലഭിക്കാൻ കാരണമാകും. ഇപ്പൊ നോക്കിയേ, എന്താണ് അവനിക്ക് എന്ത് പറ്റിയ? മനസ്സിലായില്ലേ അവനെ കുട്ടിക്ക്? എന്താ ഒരു ഇത്? അപ്പൊ ഈ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് കൂടെ എന്ത് പറ്റുന്നു? അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് കുറെ എംപ്ലോയീസ് ഉണ്ട്, ഒരു 50 പേരുണ്ട്, പക്ഷെ ശരിക്കും അതിലൊരു 20 പേര് മതി. ബാക്കിയുള്ളൊരു വേസ്റ്റ് അല്ലേ? ആ ഒരു ജോലിക്ക് 20 പേരെ മതിയെങ്കിൽ ബാക്കി 50 പേരെ നമ്മൾ നിർത്തേണ്ട ആവശ്യമുണ്ടോ? വെറുതെ നമ്മൾ അവർക്ക് സാലറി കൊടുത്ത് നിർത്തേണ്ട വരും. ആ ഒരു പർട്ടിക്കുലർ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ 20 എംപ്ലോയീസ് മതിയെങ്കിൽ ശരിയായിട്ടുള്ള എംപ്ലോയീസിനെ അല്ലെ, അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ശരിയായ തരത്തിലുള്ള ആളുകള് ശരിയായ പ്ലേസില് ശരിയായ ടൈമിലൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? ഓർഗനൈസേഷനും ആ ഇൻഡിവിജ്വൽ ആ വ്യക്തികൾക്കും എന്താണ്? ഫുള്ളായിട്ടുള്ള ഒരു നേട്ടം ലഭിക്കുന്നു. ശരിയല്ലേ? ഓർഗനൈസേഷന് ഒരു ലാഭം വരൂലേ? ഇല്ലേ? അല്ലാതെ നമ്മൾ എന്താ പറയാ, 50 പേര് ബാക്കി 30 പേര് വെറുതെ നിൽക്കുമായിരിക്കും. അവർക്ക് 30 പേർക്ക് സാലറിയും കമ്പനിക്ക് നഷ്ടമല്ലേ, സാലറിയും കൊടുക്കണം. പക്ഷെ 20 പേരായിരിക്കും മര്യാദയ്ക്ക് അവിടെ വർക്ക് ചെയ്യണല്ലോ. അപ്പൊ കറക്റ്റ് ആളുകളെയും കറക്റ്റ് പ്ലേസില് കറക്റ്റ് ടൈമില് അല്ലെങ്കിൽ കറക്റ്റ് എണ്ണം ആളുകളുടെ എണ്ണം അതേ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയൊക്കെ നമ്മള് ചെയ്യുമ്പോഴ് അതിലേക്ക് മാറ്റുമ്പോഴ് അല്ലെ, അങ്ങനെ എന്ത് ഇടുന്നു? അവിടെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നു. ക്ലിയർ ആയോ? അതാണ് നമ്മളിപ്പോ നിലവിലുള്ള മാൻ പവറിനെ എന്തിലേക്ക് മാറ്റുകയാണ്? അവിടെ ആ കമ്പനി ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മാൻ പവർ പൊസിഷനിലേക്ക് മാറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതിനകത്ത് ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിടാ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്തിടാ. ഓക്കെ. ഇനി ഞാൻ നോക്കിയേ, ഈ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാലേ നമ്മൾ ചെയ്യുന്ന പോലെ ഒറ്റ സ്റ്റെപ്പും കൊണ്ട് അവിടെ തീരൂല. പല പ്രോസസ് ഉണ്ട്. അത് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് പല പ്രോസസ് ഉണ്ട്. ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്. ഇത് പല മൾട്ടി സ്റ്റെപ്പ് ആണ്, ഒറ്റ സ്റ്റെപ്പിൽ തീരൂല ഹ്യൂമൻ റിസോഴ്സുകളെ ആസൂത്രണം ചെയ്യുക എന്നുള്ളത്. അതിൽ ആദ്യം എന്താണ്?
to decide goals or aims. എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തീരുമാനിക്കുക, നിശ്ചയിക്കുക. ഗോള്, ലക്ഷ്യം, അല്ലെങ്കിൽ ഓർ എയിംസ്, ലക്ഷ്യമുള്ള നമ്മള് നിശ്ചയിക്കുക, തീരുമാനിക്കുക. എന്താണ് നോക്കിയേ? The main purpose is one of the matching or fitting employees' ability to enterprise requirement, emphasizing on future instead of present arrangement. എന്താ അവിടെ പറഞ്ഞേക്കണേ? എന്താണ് ഒന്നാമത്തെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രോസസ്? എന്ത് ചെയ്യണം? ആ ഗോള് ഡിസൈഡ് ചെയ്യുക, മനസ്സിലായോ? ആ ലക്ഷ്യം നിശ്ചയിക്കുക. മെയിൻ പർപ്പസ് എന്താണ്? എത്ര എംപ്ലോയീസ് വേണം, ഏതൊക്കെ വേക്കൻസീസ് ആണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ. കണ്ടോ? ഇസ് വൺ ഓഫ് ദ മാച്ചിങ് ഓർ ഫിറ്റിംഗ് എംപ്ലോയി എബിലിറ്റി. എന്തിനാ? ടു എന്റർപ്രൈസ് റിക്വയർഡ്. ആ ഒരു ഓർഗനൈസേഷന്റെ ആവശ്യാനുസരണം അതിലേക്ക് എന്താണ് എംപ്ലോയീസിനെ മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫിറ്റ് ആക്കുക. അതിനാണ് എന്താ പറയുന്നത്, ആ ഒരു ലക്ഷ്യം ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. കണ്ടോ? എത്ര എംപ്ലോയീസ് വേണം, ഏതൊക്കെ വേക്കൻസി ഫില്ല് ചെയ്യാറുണ്ട് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ പറഞ്ഞേക്കണേ കേട്ടോ അതിനകത്ത്. ഇനി അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി വേണം, എംഫസൈസ് ചെയ്യാന്ന് വെച്ചാൽ ഊന്നൽ നൽകുക. എന്തിനു കൂടി ഊന്നൽ നൽകണം? ഓൺ ഫ്യൂച്ചർ ഇൻസ്റ്റെഡ് ഓഫ് പ്രസന്റ് അറേഞ്ച്മെന്റ്. ഇപ്പൊ നിലവിലുള്ള ഇത് മാത്രമല്ല, നമ്മളപ്പോ എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേ പ്രസന്റ് അറേഞ്ച്മെന്റ് മാത്രമല്ല, ഇതും കൂടി നോക്കണം, ഫ്യൂച്ചറും കൂടി നോക്കണം. ഇപ്പൊ ഞാനൊരു സ്ഥാപനം തുടങ്ങി, ഞാൻ ഇന്നൊരു പൊസിഷനുള്ളൂ, ഇനി അപ്പൊ എന്റെ മനസ്സിലുണ്ട് കേട്ടോ, കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് ഇന്ന ഒരു ഇതും കൂടി നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ നടത്തി അതിനെ കുട്ടികളെ എംപ്ലോയീസിനെ അതിനെ സെലക്ട് ചെയ്യുമ്പോൾ എംപ്ലോയീസിന്റെ എബിലിറ്റീസിന്റെ എന്റെ ഉള്ളിൽ ആ കാര്യമില്ലേ, ആ ഒരു ഇതും കൂടി എന്താ പറയാ, അപ്പൊ ഫ്യൂച്ചറും കൂടി നോക്കിയിട്ട് അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം. മനസ്സിലായോ? ഫ്യൂച്ചറിൽ കൂടി അവരെ ഉപയോഗപ്പെടുത്താൻ കഴിയണം, അതിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞേക്കണേ? എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ആ എംപ്ലോയീസിനെ ആ ഒരു ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ്സിന് അനുസരിച്ച് അതിന് ആപ്റ്റ് ആയിട്ടുള്ള, കഴിവുള്ള, അതിന് എബിലിറ്റി ഉള്ള, ഫിറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. പിന്നെ എന്തും കൂടി നോക്കണം, വെറുതെ സെലക്ട് ചെയ്ത് വെച്ചാൽ പോരെ. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തും കൂടി വേണം? അവിടെ ഫ്യൂച്ചർ കാര്യം കൂടി നോക്കണം. ക്ലിയർ ആയോ ആ പോയിന്റ്? പ്രസന്റ് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? they have to do also decide according to the future arrangement. എന്ത് കൂടി നോക്കണം അവിടെ? ഫ്യൂച്ചർ അറേഞ്ച്മെന്റ് കൂടി നോക്കണം. ക്ലിയർ ആയോ? ഒന്നാമത്തെ പറഞ്ഞോളൂ കേട്ടോ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഒന്നാമത്തെ പ്രോസസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ അല്ലേ? ബാക്കിയിട്ട് നമുക്ക് ഫ്രൈഡേയും കൂടി ഉണ്ട് അല്ലേ? അപ്പോഴത്തേക്ക് നമുക്ക് ഇതങ്ങനെ തീർക്കാം. അടുത്തത് എളുപ്പമുള്ളതാ, റിക്രൂട്ട്മെന്റ് ആണ്. എളുപ്പമുള്ള പോർഷൻ ആണ്. ഇതും വേഗം കഴിയും കേട്ടോ, എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയും ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.